1903 ജനുവരി മാസത്തിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലം. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ കോണി ഐലൻഡ് പട്ടണത്തിൽ അന്ന് തണുപ്പിനെ വകവയ്ക്കാതെ ഒരാൾക്കൂട്ടം തടിച്ചുകൂടുന്നു. ഏതാണ്ട് 1500ഓളം പൊതുജനങ്ങളും 100ഓളം പ്രസ് ഫോട്ടോഗ്രാഫർമാരും അമേരിക്കൻ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസിന്റെ പ്രതിനിധികളുമെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ അന്നവിടേക്ക് വന്നെത്തിയത് അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ഒരു ഭീമാകാര രൂപത്തിലാണ് ഉടക്കിയിരുന്നത്. അത് 28 വയസ്സുള്ള ഒരു പിടിയാനയായിരുന്നു. ഒരിക്കൽ സർക്കസിൽ സ്റ്റാർ പെർഫോമറായിരുന്ന ടോപ്സി വർഷങ്ങൾ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ തിരികെ പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. സിഗരറ്റ് കൊണ്ട് തന്നെ പൊള്ളിച്ച പരിശീലകനടക്കം 3 പേരെ ആയിടെ തന്നെ അവൾ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. ഇനി ദയാവധമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന നിലപാടിലായിരുന്നു ഉടമസ്ഥർ. ഒടുവിൽ അതിന് അധികാരികളുടെ അനുവാദവും അവർക്ക് കിട്ടി. അത് ഇന്നത്തെ പോലെ മൃഗസ്നേഹികൾക്ക് അത്ര സ്വാധീനമൊന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ടാണ് അവർക്ക് ടോപ്സിയുടെ വധം ഒരു പബ്ലിക് സ്പെക്ടക്കിളായി ഇങ്ങനെ സംഘടിപ്പിക്കാനൊത്തത്. 1903 ജനുവരി 4-ാം തീയതി കാലിൽ ഘനമുള്ള ചെമ്പു സ്ട്രാപ്പുകൾ ഘടിപ്പിച്ച് അവർ ടോപ്സിയെ കൊലയ്ക്ക് തയ്യാറാക്കി നിർത്തി. ഈ സ്ട്രാപ്പുകളിൽ കണക്ട് ചെയ്ത ഹെവി ഡ്യൂട്ടി വയറുകൾ ചെന്ന് അവസാനിച്ചത് ഒരു 6600 വോൾട്ട് AC സപ്ലൈയിലാണ്. ഈ ദയാവധത്തിന്റെ ചലിക്കുന്ന ചിത്രങ്ങൾ പകർത്താനുള്ള സംവിധാനം പോലും അവിടെ അന്ന് അറേഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒടുവിൽ ആ വധം നടപ്പിലാക്കപ്പെട്ടു. അത്രയും ആളുകൾ നോക്കി നിൽക്കെ ആരാച്ചാർ സ്വിച്ച് അമർത്തി. അദൃശ്യമായൊരു ശക്തി സപ്ലൈയിൽ നിന്ന് വയറുകൾ വഴി ചെമ്പുതകടിലൂടെ ടോപ്സിയെ ആവേശിച്ചു. അവൾ നിന്ന നിൽപ്പിന് വല്ലാതൊന്ന് പൊളഞ്ഞു. ശേഷം അവളുടെ ശരീരം സ്റ്റിഫായി. കാലുകൾ തളർന്ന് മുട്ടുകൾ ചെറുതായി മടങ്ങി അവൾ കൂനിക്കൂടി നിന്നു. അധികം വൈകാതെ ആ കാൽപാദങ്ങൾക്ക് അടിയിൽ നിന്ന് പുക വരാൻ തുടങ്ങി. ആ ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക് ഷോക്ക് ഏറ്റപ്പോൾ അവൾ ചിഹ്നം വിളിക്കുകയോ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. ചെറുതായി ഒന്ന് വിറച്ച ശേഷം അവൾ ഒരു പ്രതിഷേധവും കൂടാതെ തന്നെ മരണത്തിന് കീഴടങ്ങി. കണ്ടുവന്ന പലർക്കും ശ്വാസം പൊട്ടി. ചിലർ കൈയടിച്ചു, ചിലർ കൂക്കി വിളിച്ചു. അന്നവിടെ നടന്നത് അക്രമിയും അപകടകാരിയുമായ ഒരു ആനയുടെ ദയാവധം മാത്രമായിരുന്നില്ല. ഇലക്ട്രിസിറ്റി കണ്ടെത്തി അത് വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിൻ്റെ തുടക്കകാലത്ത് AC എന്നും DC എന്നും 2 സാധ്യതകളെ പിന്തുടരുന്നവർ തമ്മിൽ അരങ്ങേറിയ കടുത്ത വിപണി വൈരത്തിൻ്റെ കൂടി ബഹിർസ്ഫുരണമായിരുന്നു ആ പരീക്ഷണം. ചരിത്രത്തിൽ പിന്നീട് ദ വാർ ഓഫ് കറൻസ് എന്ന പേരിൽ കുപ്രസിദ്ധമായ ഈ കിടമത്സരങ്ങളിൽ AC പക്ഷത്ത് പ്രസിദ്ധ ഇൻവെന്ററായ നിക്കോള ടെസ്ലയും പ്രസിദ്ധ വ്യവസായിയും ഇൻവെന്ററുമായ വെസ്റ്റിംഗ് ഹൗസുമാണ് ഉണ്ടായിരുന്നത്. DC പക്ഷത്ത് നിന്നുകൊണ്ട് പോരാട്ടം നയിച്ച വ്യക്തിയുടെ പേര് തോമസ് ആൽവ എഡിസൺ എന്നായിരുന്നു. ശത്രുപക്ഷത്തിന്റെ ടെക്നോളജിയായ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ അപകടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ലോബിയിങ്ങിന്റെ ഭാഗം കൂടി ആയിരുന്നു ആ പബ്ലിസൈസ്ഡ് എക്സിക്യൂഷൻ. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്ന ശാസ്ത്രലോകം ഏറെ ആരാധനയോടെ വിളിക്കുന്ന എഡിസന്റെ ജീനിയസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരീക്ഷണ നേട്ടങ്ങളായ ഇലക്ട്രിക് ബൾബ്, ഫോണോഗ്രാഫ്, ചലിക്കുന്ന ചിത്രങ്ങളുടെ ആലേഖനം എന്നിവയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എഡിസനെ കുറിച്ച് പറയുമ്പോൾ ആ കഥയിലുള്ളത് അദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ യശസ്സു മാത്രമല്ല, ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗൂഢനീക്കങ്ങൾ അദ്ദേഹത്തിന് പകർന്നു കൊടുത്ത വില്ലൻ പരിവേഷം കൂടിയാണ്. എത്ര മഹാനായ പ്രതിപാദനന്റെ ജീവിതത്തിലും ഒരുപക്ഷെ ഇരുണ്ട നിഴലുകൾ ഉണ്ടാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഡിസന്റെ ജീവിതം. അമേരിക്കയിലെ ഒരു ശരാശരി മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച തോമസ് ആൽവ എഡിസൺ എന്ന പയ്യൻ വിപരീത സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൻ്റെ കഥ. ലബോറട്ടറിയിലെ കണ്ടുപിടുത്തങ്ങളെ പണം കൊയ്യുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള നെട്ടോട്ടത്തിനിടെ എഡിസൺ ചെന്നുപെട്ടിട്ടുള്ള കിടമത്സരങ്ങളുടെയും വിവാദങ്ങളുടെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിൽ ഹുറോൺ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് മിലാൻ. ഈറി തടാകത്തിൽ നിന്ന് കുറച്ച് നാഴിക ഉള്ളിലേക്ക് മാറിയാണ് അതിൻ്റെ കിടപ്പ്. മിലാൻ എന്ന ഈ ഗ്രാമം ഒരു തോടുകൊണ്ട് ഹുറോണിൻ്റെ ഗതാഗതയോഗ്യമായ ഭാഗവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. ഈറി തടാകത്തിലെ തുറമുഖങ്ങളിലേക്ക് മിലാൻ പട്ടണത്തിൽ നിന്ന് ഈ തോട് വഴിക്ക് ഗോതമ്പ്, പച്ചക്കറികൾ, തടി മുതലായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. 1847 ഫെബ്രുവരി 11 മിലാൻ പട്ടണത്തിലെ സാമുവൽ ഓഗ്ഡൻ എഡിസൺ ജൂനിയർ എന്ന അറക്ക കമ്പനി നടത്തിപ്പുകാരൻ്റെയും നാൻസി എലിയറ്റ് എന്ന സ്കൂൾ അധ്യാപികയുടെയും 7 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് തോമസ് ആൽവ എഡിസൺ ജനിക്കുന്നത്.
ന്യൂയോർക്കിലെ ഒരു ബാപ്റ്റിസ്റ്റ് വൈദിക കുടുംബത്തിൽ ജനിച്ച നാൻസി കുടുംബസമേതം കാനഡയിലെ വിയന്നയിലേക്ക് കുടിയേറിയപ്പോഴാണ് സാമുവൽ എഡിസനെ പരിചയപ്പെടുന്നത്. കാര്യമായ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും സിദ്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും സ്ഥിരോത്സാഹിയായിരുന്നു സാമുവൽ. അന്നത്തെ സാമൂഹിക ക്രമത്തിന് വിപരീതമായി ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നവളാണ് നാൻസി. വിവാഹത്തിന് മുമ്പ് അവർ അധ്യാപികയാകുന്നതിനുള്ള പരിശീലനം നേടി അല്പകാലം ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക പോലും ചെയ്തിരുന്നു. ആദ്യം ജനിച്ച 6 മക്കളിൽ 3 പേരും നന്നേ ചെറുപ്പത്തിൽ തന്നെ അസുഖം ബാധിച്ച് മരിച്ചു പോയതിനു ശേഷം ആ കുടുംബത്തിലേക്ക് വൈകി വിരുന്നു വന്ന ചാരനീല കണ്ണുകളും സ്വർണ്ണ തലമുടിയുമുള്ള ആൺകുഞ്ഞിനെ സാമുവലും നാൻസിയും ആൽ എന്ന് ഓമന പേരിട്ട് വിളിച്ചു. സാമാന്യത്തിലധികം വലിപ്പമേറിയതായിരുന്നു ആലിൻ്റെ തല. ബുദ്ധിയുടെ ലക്ഷണമായി അതിനെ കുടുംബക്കാർ കണക്കാക്കി. കുഞ്ഞുനാളിൽ എന്നും എന്തിനോടും അടങ്ങാത്ത കൗതുകം തന്നെയായിരുന്നു ആൽ എഡിസന്. അതിൻ്റെ പേരിൽ അവൻ ചെന്ന് ചാടിയിട്ടില്ലാത്ത കുഴപ്പങ്ങളില്ല. 5-ാം വയസ്സിൽ തന്നെ അവനിൽ സാഹസിക ബുദ്ധി പ്രകടമായി തുടങ്ങി. ഒരു ദിവസം അവൻ വീടിനടുത്തുള്ള തോട്ടിൽ ചെന്ന് വീണു. പിന്നീട് ഒരു ദിവസം ധാന്യം പൊടിക്കുന്ന യന്ത്രത്തിൽപ്പെട്ട് ഏതാണ്ട് മരണത്തിൻ്റെ വക്കോളം എത്തി. ഒരിക്കൽ നീളം കുറഞ്ഞൊരു വാറ് വിരലുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് ഒരു കോടാലി ഉപയോഗിച്ച് അത് മുറിക്കാൻ ആൾ തൻ്റെ കൂട്ടുകാരനോട് ആജ്ഞാപിച്ചു. ഒരു വിരലിൻ്റെ തുമ്പ് അറ്റുപോയി എന്നതായിരുന്നു അതിൻ്റെ ഫലം. അവൻ്റെ അമ്മ വീട്ടിൽ താറാവുകളെ വളർത്തുമായിരുന്നു. ഒരിക്കൽ താറാമുട്ടകൾ വിരിയിച്ചെടുക്കണമെന്ന് അവനൊരാഗ്രഹം തോന്നി. മുട്ടയ്ക്ക് മുകളിൽ കയറി അടയിരുന്നാണ് അമ്മ താറാവ് തൻ്റെ മുട്ടകൾ വിരിയിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവനും അതേ മാർഗം തന്നെ പിന്തുടരാൻ തീരുമാനിച്ചു. മുട്ടപ്പുറത്ത് കയറിയിരുന്ന് അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞതും ഇട്ടിരുന്ന കുപ്പായം നാശമാക്കിയതും മാത്രം മിച്ചം. അന്നവൻ അത് കണ്ട് വിമ്മി വിമ്മി കരയുന്നുണ്ട്. മുട്ട പൊട്ടിയതിൻ്റെ പേരിലല്ലായിരുന്നു ആലിൻ്റെ സങ്കടം. അത് തൻ്റെ പരീക്ഷണം വിജയിച്ചില്ല എന്നതിൻ്റെ പേരിലായിരുന്നു. കുറെ കൂടി മുതിർന്നപ്പോൾ ആലിനെ അതിശയിപ്പിച്ച പക്ഷികളായിരുന്നു. ആകാശത്തിലൂടെ ചിറക് നിർത്തി പറന്നുപോകുന്ന പക്ഷികളെ കാണുമ്പോൾ അവൻ എന്തും കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുമായിരുന്നു. അതുപോലെ പറക്കണമെങ്കിൽ എന്തു വേണം എന്നായി അവൻ്റെ അടുത്ത അന്വേഷണം. ഈ പക്ഷികളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി. മണ്ണിൽ വളരുന്ന ഒരിനം കൃമികളാണ് അവയുടെ പ്രധാന ഭക്ഷണം. ഒരുപക്ഷെ ഈ കൃമി ഡയറ്റാകും പക്ഷികൾക്ക് പറക്കാനുള്ള സിദ്ധി കൊടുക്കുന്നത് എന്ന് അവൻ അനുമാനിച്ചു. അവൻ നേരെ അടുത്തുള്ളൊരു ഫാമിലേക്ക് പോയി കുറെ കൃമികളെ പിടികൂടി വെള്ളത്തിലിട്ട് വെച്ചു. ആ ഡ്രിങ്ക് സ്വയം കുടിച്ച് പരീക്ഷിക്കാൻ ധൈര്യം തോന്നാതിരുന്നതുകൊണ്ട് തൻ്റെ കളിക്കൂട്ടുകാരിയെ കൊണ്ട് ആൾ അതൊരു ഗ്ലാസ് കുടിപ്പിച്ചു. കൃമി അകത്തി എന്ന് വയറിളകി കിടപ്പിലായതല്ലാതെ അവൾക്ക് ചിറക് മുളയ്ക്കുകയോ പറക്കാൻ സാധിക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഈ ഭ്രാന്തൻ പരീക്ഷണത്തിൻ്റെ പേരിൽ അവന് വയറു നിറച്ച് വഴക്ക് കിട്ടുകയും ചെയ്തു. 1854 ആലിന് 7 വയസ്സുള്ളപ്പോൾ എഡിസൺ കുടുംബം മിലാനിൽ നിന്ന് മിഷിഗനിലെ ഹുറോൺ തുറമുഖത്തേക്ക് താമസം മാറ്റി. ഡെട്രോയിറ്റിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് പോർട്ട് ഹുറോൺ. താമസം മാറിയ ശേഷം രക്ഷിതാക്കൾ ആലിനെ അവിടുത്തെ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു. ആലിന് ആ സ്കൂൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ ഒറ്റമുറി സ്കൂൾ അവനെപ്പോലെ ഒരു ശാസ്ത്ര കുതുകിക്ക് ഒട്ടും പറ്റിയ ഒന്നായിരുന്നില്ല. ഒന്നാമത് അവനൊരു മുറിക്കുള്ളിൽ തന്നെ പകൽ മുഴുവൻ കഴിച്ചു കൂട്ടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. രണ്ടാമത് അവന് പാഠപുസ്തകങ്ങളിലെ കണ്ടന്റ് അതുപോലെ മനപ്പാഠം പഠിക്കുന്ന രീതി ഒട്ടും വഴങ്ങിയിരുന്നില്ല. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അധിക ചിന്തകളിൽ അവൻ്റെ മനസ്സ് വ്യാപരിക്കും. കുട്ടിയുടെ ശ്രദ്ധ തൻ്റെ ക്ലാസ് എടുപ്പിലൊന്നുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ടീച്ചർക്ക് കലിയും വരും. ഇനി ക്ലാസ് എടുക്കുന്നതിൽ തന്നെ ശ്രദ്ധിച്ചാണ് ആലിരിക്കുന്നതെങ്കിൽ പിന്നെ തുരുതുര സംശയങ്ങളാണ് അവന്. ഉദാഹരണത്തിന് അധ്യാപകൻ A for ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പോൾ അതവൻ തൽക്ഷണം പഠിച്ചെടുക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് എണ്ണമറ്റ സംശയങ്ങളുടെ വരവായി. ചില ആപ്പിളുകൾ ചുവന്നും ചിലത് പച്ചയായും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ആപ്പിളിൻ്റെ വിത്തുകൾ അതിനുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇത്തരം സംശയങ്ങൾക്കൊന്നും തന്നെ അവൻ്റെ പാഠപുസ്തകങ്ങളിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യങ്ങൾ ആദ്യം അവൻ വീട്ടുകാരോടും സ്കൂളിൽ ചെല്ലുമ്പോൾ സഹപാഠികളോടും അധ്യാപകനോടും ചോദിച്ചു. വെള്ളം എന്തുകൊണ്ടാണ് താഴേക്കൊഴുകുന്നത്? ഹേമന്തത്തിൽ മാത്രം എന്തേ മഞ്ഞു വീഴുന്നു? മഴവില്ലിന് അതിൻ്റെ നിറങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണ്? ഇങ്ങനെ ചോദ്യങ്ങൾ പലതും അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആലിൻ്റെ അധ്യാപകനാകട്ടെ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുള്ള ശീലമില്ല. ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ അയാൾ അടങ്ങിയിരിക്കാൻ അവനോട് ആജ്ഞാപിക്കും. നീ ഒരു വലിയ വിവരക്കാരൻ വന്നിരിക്കുന്നു, അത്രയ്ക്ക് അറിയാമെങ്കിൽ ഈ കസേരയിലേക്ക് കയറി ഇരുന്ന് പഠിപ്പിച്ചോ എന്നൊക്കെ അയാൾ ആലിനെ മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പരിഹസിക്കും. അതവനെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ട് എഡിസന്റെ ക്ലാസ് ടീച്ചർക്ക് അവനോട് പതുക്കെ വിരോധം തോന്നി തുടങ്ങി. 1855 ഒരു ദിവസമാണ്. ആൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് 3 മാസം തികയുന്നതേയുള്ളൂ. അന്ന് സ്കൂൾ വിട്ട് മടങ്ങി വന്ന അവൻ്റെ മുഖത്ത് എന്തോ സുഖമില്ലായ്മ പ്രകടമാണ്. സ്ലേറ്റും പുസ്തകവും തിന്മേശമേലിട്ട അവൻ അടുക്കളയിൽ അമ്മയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. അത്താഴം കാലമാക്കുകയായിരുന്നു അവരപ്പോൾ. അമ്മ, ഈ ആഡൽഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് അവൻ്റെ ചോദ്യം. നാൻസി എഡിസൺ അടുപ്പിൽ നിന്ന് മുഖമുയർത്തി മറുപടി നൽകി. ആഡൽഡ് എന്ന് വെച്ചാൽ കലർപ്പുള്ളത്, ചീത്തയായത് എന്നാണ് അർത്ഥം. ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് അവൻ കോപത്തോടെ ദൃഢമായി മറുപടി പറഞ്ഞു.
എന്താ മോനെ ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്നായി അമ്മ. അല്ലമ്മേ, സാർ എപ്പോഴും പറയുന്നത് ഞാൻ ആഡൽഡ് ആണ് എന്നാണ് എന്ന് അവൻ്റെ മറുപടി. മകൻ്റെ ആ പരിഭവം പറച്ചിൽ നിന്ന് നാൻസി എഡിസന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. സ്കൂളിലെ ടീച്ചർ തൻ്റെ മകനെ ട്രീറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലല്ല. അന്ന് രാത്രി അവർ തൻ്റെ ഭർത്താവുമായി ആ വിഷയം സുദീർഘമായി ആലോചിച്ചു. ടീച്ചിങ് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് എന്തുകൊണ്ട് ആലിനെ വീട്ടിലിരുത്തി ഹോം സ്കൂളിംഗ് ചെയ്തുകൂടാ എന്ന് അവർ ആലോചിച്ചു. ആ ഐഡിയയ്ക്ക് ആൽ സമ്മതം മൂടുകൂടി ചെയ്തതോടെ അവർ ആ തീരുമാനമെടുത്തു. അതിനുശേഷം ആൽ ഒരിക്കലും പബ്ലിക് സ്കൂളിൽ പോയിട്ടില്ല. മകനെ നാൻസി വീട്ടിലിരുത്തി സ്വയം പഠിപ്പിച്ചു. സ്കൂളിൽ ടീച്ചർമാർക്ക് അരോചകമായി തോന്നിയത് ആൽ ഇടയ്ക്കിടെ ചോദിച്ചിരുന്ന ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ ആയിരുന്നുവെങ്കിൽ മകൻ്റെ സംശയങ്ങൾ നാൻസിക്കും സാമുവലിനും ഏറെ സന്തോഷം മാത്രമാണ് നൽകുന്നത്. അവരവനെ കൂടുതൽ സംശയങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഫ്രാങ്ക് ലൂയിസ് ഡയറും തോമസ് കോമർഫോർഡ് മാർട്ടിനും ചേർന്നെഴുതിയ എഡിസൺ ഹിസ് ലൈഫ് ആൻഡ് ഇൻവെൻഷൻസ് എന്ന ബയോഗ്രഫിയിൽ പറയുന്നത്, സ്കൂളിലെ ഏറ്റവും നല്ല ടീച്ചർമാർ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയും എഡിസന്റെ അമ്മ അവനെ ആ വീട്ടിലിരുത്തി തന്നെ ചെയ്തു കൊടുത്തു. അവനെ പുതിയ അറിവുകൾ നേടാൻ പ്രാപ്തനാക്കി. കൗതുകങ്ങളുടെ വഴിയെ അന്വേഷണങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ, ഉത്തരം കിട്ടും വരെ കഠിനമായി അധ്വാനിക്കാൻ ആ കുഞ്ഞിനെ പ്രേരിപ്പിച്ചു എന്നൊക്കെയാണ്. അമ്മ ആലിനെ വീട്ടിലിരുത്തി നല്ലപോലെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുത്തതോടെ അവൻ്റെ സങ്കല്പങ്ങളുടെ ആകാശം കുറെ കൂടി വലുതായി. കയ്യിൽ കിട്ടിയതെന്തും അവൻ ആർത്തിയോടെ വായിച്ചു തീർക്കാൻ തുടങ്ങി. 1857 ആലിന് 10 വയസ്സ് തികഞ്ഞു. ആ വർഷം അവൻ്റെ ജീവിതത്തിലെ ഏറെ നിർണായകമായ ഒരു വർഷമാണ്. 10ാം പിറന്നാളിന് അവന് കിട്ടിയ സമ്മാനം റിച്ചാർഡ് ഗ്രീൻ പാർക്കറുടെ സ്കൂൾ കോമ്പൻഡിയം ഓഫ് നാച്ചുറൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിലോസഫി എന്ന പുസ്തകമായിരുന്നു. ഈ ഗ്രന്ഥം ആലിനെ ശാസ്ത്രവുമായി, വിശിഷ്യ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി. പാർക്കറുടെ പുസ്തകത്തിൽ ആവിയന്ത്രങ്ങളെക്കുറിച്ചും സ്റ്റീം പവർഡായിട്ട് ഓടുന്ന വാഹനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വൈദ്യുതകാന്തം കൊണ്ട് പ്രവർത്തിക്കുന്ന അത്യത്ഭുതകരമായ ടെലിഗ്രാഫി എന്ന വിദൂര സന്ദേശ സംവിധാനത്തെക്കുറിച്ച് ചിത്രം സഹിതം അതിൽ പരാമർശമുണ്ടായിരുന്നു. അതുപോലെ കെട്ടിടങ്ങളെ ഇടിവെട്ടിൽ നിന്ന് രക്ഷിക്കുന്ന മിന്നലക്ഷ ചാലകത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും അതിൽ വിശദമായി കൊടുത്തിരുന്നു. ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു ആ പുസ്തകത്തിലെ പരീക്ഷണങ്ങൾ. ഉദാഹരണത്തിന് ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലോഹഫലകം താഴ്ത്തി എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്നും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിരുന്നു. പാർക്കറുടെ ഗ്രന്ഥം വായിച്ചപ്പോൾ തനിക്ക് സ്വന്തമായി ഒരു രസതന്ത്രശാല വേണമെന്ന് ആൾ തീരുമാനിച്ചു. ആ പുസ്തകത്തിലുള്ള എല്ലാ ലഘു പരീക്ഷണങ്ങളും ചെയ്യാനും അവൻ ഉറപ്പിച്ചു. വീടിൻ്റെ ചുവട്ടിലത്തെ മുറിയിൽ ഒരു ലബോറട്ടറി ആരംഭിക്കാനും അമ്മ മകന് അന്ന് അനുവാദം കൊടുക്കുന്നുണ്ട്. ശ്രദ്ധയോടെ നാശമൊന്നും വരുത്താതെ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് മാത്രം. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അമേരിക്കയിൽ റെയിൽ റോഡ് സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. തീവണ്ടികളിൽ കയറി ജനം യഥേഷ്ടം അതിവേഗം സഞ്ചരിച്ചു തുടങ്ങിയ കാലം. 1859 എഡിസന് 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്ത് അവൻ പാസഞ്ചർ വണ്ടിയിൽ കുഞ്ഞു സാധനങ്ങൾ വിൽക്കുന്ന പണിയിൽ ഏർപ്പെട്ടു. പോർട്ട് ഹ്യൂറോണിൽ നിന്ന് അവൻ എല്ലാ ദിവസവും ഡെട്രോയിറ്റ് വരെ പോകുന്ന തീവണ്ടിയിൽ കയറും. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രിപ്പിൽ അവൻ സഞ്ചാരികൾക്ക് പഴങ്ങളും സാൻഡ്വിച്ചുകളും വിൽക്കും. ഡെട്രോയിറ്റിൽ ചെന്നിറങ്ങിയാൽ പിന്നെ ആ വണ്ടി തിരികെ പോർട്ട് ഹ്യൂറോൺ ലക്ഷ്യമിട്ട് പുറപ്പെടാൻ 5 മണിക്കൂറിൻ്റെ സാവകാശമുണ്ട്. ഈ സമയം അത്രയും എഡിസൺ ചെലവിടുന്നത് തിരികെയുള്ള ട്രിപ്പിൽ യാത്രക്കാർക്ക് വിറ്റഴിക്കാൻ പറ്റിയ പത്രമാസികകൾ, ഭക്ഷണവസ്തുക്കൾ, കാൻഡികൾ, പോസ്റ്റ് കാർഡുകൾ തുടങ്ങിയവ വാങ്ങാൻ വേണ്ടിയാണ്. ഈ ട്രെയിൻ യാത്രയ്ക്കിടെ ഇഷ്ടംപോലെ സമയം കിട്ടുമായിരുന്ന എഡിസൺ അത് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ചെലവിട്ടു. ഒരു നിമിഷം പോലും പാഴാക്കുന്നത് അന്നേ അവന് ഇഷ്ടമല്ലായിരുന്നു. ഡെട്രോയിറ്റിൽ നിന്ന് പലതരം രാസവസ്തുക്കൾ വാങ്ങി തീവണ്ടിയിലെ കണ്ടക്ടറെ സോപ്പിട്ട് വണ്ടിയുടെ ബാഗേജ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മൂലയ്ക്കൽ തൻ്റെ ഒരു കുഞ്ഞു ലാബ് സെറ്റ് ചെയ്യാനും അവൻ അനുമതി വാങ്ങിച്ചു. റിട്ടേൺ ട്രിപ്പിൽ ആവശ്യത്തിന് കച്ചവടമൊക്കെ ആയിക്കഴിഞ്ഞാൽ എഡിസൺ തൻ്റെ മൊബൈൽ ലാബിലേക്ക് പോകും. അവിടെ ഇരുന്നു കൊണ്ട് പലതരം കെമിസ്ട്രി പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. അതങ്ങനെ നിർബാധം പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു നാൾ ആ തീവണ്ടി ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു. അപകടം മുന്നിൽ കണ്ട ലോക്കോ പൈലറ്റ് അതിവേഗത്തിൽ പോകുകയായിരുന്ന തീവണ്ടി ആഞ്ഞു ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ പണി പാളുന്നത് എഡിസനാണ്. അവൻ്റെ ലാബിലെ എളുപ്പം തീപിടിക്കുന്ന ഒരു കെമിക്കൽ ലാബിൻ്റെ മേശപ്പുറത്തുനിന്ന് താഴെ വീണ് പൊട്ടി തീ ആളിപ്പടർന്നു. തീവണ്ടി മുഴുവൻ കത്തിയെരിയുന്നതിന് മുമ്പ് തന്നെ അന്ന് ട്രെയിനിലെ മറ്റ് സ്റ്റാഫ് ഓടിയെത്തി തീ അണച്ചുവെങ്കിലും അതോടെ എഡിസന്റെ മൊബൈൽ ലബോറട്ടറിയുടെ ആപ്പീസ് പൂട്ടി. ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയെങ്കിലും എഡിസൺ അന്ന് തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്തൊരു ബ്രില്യൻ പ്ലാനുമായി അവൻ വീണ്ടും എത്തി. ഓടുന്ന ട്രെയിനിൽ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ച് ഒരു ന്യൂസ് പേപ്പർ അച്ചടിച്ച് വിൽക്കുക എന്നതായിരുന്നു അവൻ്റെ അടുത്ത പ്ലാൻ. ഡെട്രോയിറ്റിൽ നിന്ന് അതിനുവേണ്ടി അവനൊരു കുഞ്ഞ് അച്ചടി യന്ത്രം വില കൊടുത്തു വാങ്ങി. ആ തീവണ്ടിയുടെ ബാഗേജ് കമ്പാർട്ട്മെൻറ്റിൽ നേരത്തെ ലാബ് ഉണ്ടായിരുന്നിടത്ത് അത് സെറ്റ് ചെയ്തു. പിന്നാലെ തൻ്റെ കസ്റ്റമേഴ്സ്, അതായത് ആ തീവണ്ടിയിൽ നിത്യേന അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്തിരുന്ന സാധാരണക്കാർ വായിക്കുമെന്ന് അവന് തോന്നിയ കുറേ വാർത്തകൾ എഴുതിക്കൂട്ടി അതിനെ ദ വീക്ക്ലി ഹെറാൾഡ് എന്ന പേരിൽ പത്രരൂപത്തിൽ അച്ചടിച്ചിറക്കി.
എഡിസന്റെ പത്രത്തിൽ പ്രാദേശിക വാർത്തകൾക്കൊപ്പം തീവണ്ടി സമയങ്ങളും റെയിൽ റോഡ് ജീവനക്കാരെക്കുറിച്ചുള്ള വാർത്തകളും ഫലിത ബിന്ദുക്കളുമൊക്കെ മുടങ്ങാതെ കടന്നു വന്നിരുന്നു. തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന 100 കണക്കിന് പേർ അവന്റെ പത്രം കാശ് കൊടുത്ത് വാങ്ങി വായിക്കുകയും ചെയ്തു. എഡിസൺ ടെലിഗ്രാഫ് സാങ്കേതികവിദ്യ പരിചയിക്കുന്നത് സത്യത്തിൽ വളരെ യാദൃച്ഛികമായിട്ടാണ്. 1862 ഓഗസ്റ്റ് മാസത്തിലെ ഒരു പ്രഭാതം പ്ലാറ്റ്ഫോമിൽ സ്റ്റേഷൻ ഏജന്റും ടെലിഗ്രാഫ് ഓപ്പറേറ്ററുമായ മെക്കൻസിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എഡിസൺ. മെക്കൻസിക്ക് ജിമ്മി എന്നു പേരുള്ള ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. 2 വയസ്സുള്ള ജിമ്മി ഒരു കുസൃതിക്കുട്ടനായിരുന്നു. സംസാരത്തിനിടെ ഇടയ്ക്ക് തലയുയർത്തി നോക്കുന്ന എഡിസൺ കാണുന്നത് ഓടി അടുത്തുകൊണ്ടിരുന്ന ഒരു തീവണ്ടിക്ക് നേരെ ജിമ്മി പാളത്തിലൂടെ നടന്നു ചെല്ലുന്നതായിട്ടാണ്. തൻ്റെ പത്രക്കെട്ട് വലിച്ചെറിഞ്ഞ് സ്വന്തം ജീവൻ വകവയ്ക്കാതെ പാഞ്ഞു നിന്ന് ജിമ്മിയെ പൊക്കിയെടുത്ത് എഡിസൺ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. പാഞ്ഞെടുത്ത തീവണ്ടിയുടെ ആഘാതമേറ്റ് അപ്പോഴേക്കും അവർ രണ്ടുപേരും കമിഴ്ന്നടിച്ച് തെറിച്ചു വീണു കഴിഞ്ഞിരുന്നു. ജിമ്മിക്ക് ആ വീഴ്ചയിൽ ചെറിയ മുറിവേ പറ്റിയുള്ളൂ എങ്കിലും എഡിസന്റെ ചെവിക്കേറ്റ ആഘാതം കടുത്തതായിരുന്നു. അത് അയാളുടെ കേൾവിശക്തിയെ പോലും എന്നേക്കുമായി ബാധിക്കുന്ന ഒന്നായിരുന്നു. തൻ്റെ പുത്രന്റെ ജീവൻ രക്ഷിച്ചതിലുണ്ടായ സന്തോഷം കൊണ്ട് മെക്കൻസി എഡിസനെ ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആക്കാം എന്നേറ്റു. മെക്കൻസിയുടെ കീഴിൽ വെറും 3 മാസത്തെ പരിശീലനം കൊണ്ട് എഡിസൺ ആ പണിയിൽ നിപുണനായി തീർന്നു. ടെലിഗ്രാഫ് വരുന്നതിന് മുമ്പ് സന്ദേശങ്ങൾക്ക് അവ കടലാസിലെഴുതി എത്ര വേഗത്തിൽ കൊടുത്തുവിടാൻ സാധിച്ചിരുന്നോ അത്രയും സ്പീഡിൽ മാത്രമേ ഡെലിവർ ചെയ്യപ്പെടാൻ സാധിച്ചിരുന്നുള്ളൂ. കാൽനടയായി, കുതിരപ്പുറത്ത്, വഞ്ചിയിൽ അല്ലെങ്കിൽ തീവണ്ടിയിൽ സന്ദേശങ്ങൾ കൊടുത്തുവിടാൻ അന്നുണ്ടായിരുന്ന മാർഗങ്ങൾ ഇത്രയുമായിരുന്നു. 100 കണക്കിന് മൈൽ അകലെയാണ് ലക്ഷ്യസ്ഥാനമെങ്കിൽ സന്ദേശങ്ങൾ അങ്ങെത്താൻ സ്വാഭാവികമായും ദിവസങ്ങൾ എടുക്കുമായിരുന്ന കാലം. ടെലിഗ്രാഫ് വന്നതോടെ ആ ദൂരം ഒരു പ്രശ്നമേ അല്ലാതായി. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇടങ്ങളിലേക്ക് പോലും സന്ദേശങ്ങൾ ഞൊടിയിടയിൽ എത്തിക്കാൻ സാധിച്ചു തുടങ്ങി. അതുകൊണ്ട് ഏറ്റവും അധികം ഉപകാരമുണ്ടായത് റെയിൽ റോഡ് കമ്പനികൾക്കാണ്. മുമ്പാണെങ്കിൽ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് വണ്ടികളുടെ ഷെഡ്യൂൾ ചേഞ്ചിനെ കുറിച്ചുള്ള വിവരം അറിയിക്കണമെങ്കിൽ തീവണ്ടി അങ്ങ് ഓടിയെത്തിയാൽ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ടെലിഗ്രാഫ് വന്നതോടെ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. റെയിൽവേ ലൈനിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വണ്ടിക്ക് മുമ്പേ ദൂരദേശങ്ങളിലേക്ക് എത്തിക്കാനായി. ടെലിഗ്രാഫ് സാങ്കേതികവിദ്യ റെയിൽ റോഡ് യാത്രകളെ കൂടുതൽ സുരക്ഷിതമാക്കി. തിരിച്ച് റെയിൽ റോഡ് നെറ്റ്വർക്കുകൾ ടെലിഗ്രാഫർമാർക്ക് കൂടുതൽ തൊഴിലുകളും അന്ന് നൽകി. ടെലിഗ്രാഫ് ടെക്നോളജിയിൽ പരിശീലനം നേടിയ ശേഷം ഒരു ദിവസം വളരെ വിപ്ലവകരമായ ഒരു ആശയം എഡിസന്റെ തലച്ചോറിൽ മിന്നിമായിരുന്നു. എന്തുകൊണ്ട് ഈ ടെലിഗ്രാഫ് സംവിധാനത്തെ പരസ്യം ചെയ്യാൻ ഉപയോഗിച്ചുകൂടാ? അന്ന് 1860കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ തെക്കും വടക്കുമുള്ള സ്റ്റേറ്റുകൾക്കിടയിൽ സിവിൽ വാർ നടക്കുന്ന കാലമാണ്. ജനം സിവിൽ വാറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി അന്ന് കാതോർത്തിരിക്കുകയാണ് എന്ന് എഡിസന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അന്ന് എഡിസൺ കൊണ്ടുവന്ന് വിറ്റിരുന്നത് തീവണ്ടിയിലെ സ്വന്തം കുഞ്ഞു പ്രസിൽ അച്ചടിച്ചിരുന്ന ദി വീക്ക്ലി ഹെറാൾഡ് അല്ലായിരുന്നു. അത് ഡെട്രോയിറ്റിലെ ഒരു പത്രം ഓഫീസിൽ നേരിട്ട് ചെന്ന് അവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ഏതോ പത്രത്തിന്റെ പ്രതികളായിരുന്നു. 1862 ഏപ്രിൽ 6 ടെന്നസിയിലെ ഷിലോ പട്ടണത്തിൽ വലിയൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരം താൻ കൊണ്ടുനടന്ന് വിൽക്കുന്ന പത്രത്തിൽ ഉണ്ട് എന്ന് തോന്നിയാൽ ജനം പത്രം കൂടുതലായി വാങ്ങി വായിക്കുമെന്ന് എഡിസന് തോന്നി. അതിനുവേണ്ടി അവൻ പ്രയോഗിച്ച വിദ്യയിൽ ബിസിനസ് എക്യുപ്മെന്റും ടെക്നോളജിയും ഒരുപോലെ ഉണ്ടായിരുന്നു. ഡെട്രോയിറ്റിൽ നിന്ന് പോർട്ട് ഹ്യൂറൻ വരെയുള്ള ആ റെയിൽ റോഡ് റൂട്ടിലെ സകല സ്റ്റേഷനുകളുമായും എഡിസൺ ഒരു ധാരണയുണ്ടാക്കി. ശേഷം റെയിൽ റോഡ് സ്റ്റെനോഗ്രാഫറെ സ്വാധീനിച്ച് ഈ സ്റ്റേഷനുകളിലേക്കെല്ലാം അയാൾ ഷിലോയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വാർത്തകൾ ടെലിഗ്രാം രൂപത്തിൽ അയപ്പിച്ചു. അവിടങ്ങളിലെ സ്റ്റേഷൻ മാസ്റ്റർമാർ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ തലക്കെട്ടുകൾ എല്ലാ സ്റ്റേഷനുകളുടെയും പ്രവേശന കവാടത്തിൽ വലിയ ബ്ലാക്ക് ബോർഡുകളിൽ വെള്ള ചോക്കുകൊണ്ട് എഴുതി വെച്ചു. ഈ ബോർഡുകൾ വായിച്ച ശേഷം മാത്രം തീവണ്ടിയിലേക്ക് കടന്നിരിക്കുന്ന യാത്രക്കാർക്ക് തൊട്ടടുത്ത നിമിഷം വർത്തമാന പത്രവുമായി തങ്ങളെ കടന്നുപോകുന്ന എഡിസനെ പിന്നെ അവഗണിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ മിക്കവാറും പണം കൊടുത്ത് എഡിസന്റെ പത്രം വാങ്ങി വായിച്ചു. ആദ്യത്തെ സ്റ്റേഷനിൽ മാത്രം എഡിസൺ അന്ന് വിറ്റഴിച്ചത് 35 കോപ്പി പത്രങ്ങളാണ്. സാധാരണ ദിവസങ്ങളിൽ വെറും 2-3 പ്രതി മാത്രം വിറ്റിരുന്ന ഇടത്താണ് ഇത് എന്നോർക്കണം. ഏതാണ്ട് 10 ഇരട്ടിയായി മാറി അന്ന് വിൽപ്പന. ആ ഒരൊറ്റ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തപ്പോഴേക്കും തന്നെ എഡിസന് ഒരു കാര്യം മനസ്സിലായി. വാർത്ത വായിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയിട്ടാലും പത്രം ജനങ്ങൾ വാങ്ങിക്കും. അടുത്ത സ്റ്റേഷനിൽ വണ്ടി എത്തിയപ്പോഴേക്കും അയാൾ തന്റെ പേപ്പറിന്റെ വില ഒരല്പം വർദ്ധിപ്പിച്ചു. അപ്പോഴും പക്ഷേ വാങ്ങി വായിച്ചവരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായില്ല. അടുത്ത സ്റ്റേഷനിൽ അയാൾ വില വീണ്ടും ഒരല്പം കൂടി കൂട്ടി. എന്നിട്ടും അത് വിറ്റഴിച്ച കോപ്പികളുടെ എണ്ണത്തെ കാര്യമായി ബാധിച്ചില്ല. തൻ്റെ ആശയങ്ങളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു അപൂർവ സിദ്ധി തന്നെ തോമസ് ആൽവ എഡിസന് അന്നേ ഉണ്ടായിരുന്നു. 1862 അവസാനമായപ്പോഴേക്കും തോമസ് ആൽവ എഡിസൺ ട്രാംപ് ടെലിഗ്രാഫർ എന്നറിയപ്പെട്ടിരുന്ന ഒരു ലാവണത്തിൽ പ്രവേശിക്കുന്നു. പുതിയ ജോലിയിൽ നൈറ്റ് ഷിഫ്റ്റുകളായിരുന്നു എഡിസന് പ്രിയം. കാരണം നൈറ്റ് ഷിഫ്റ്റ് എടുത്ത ശേഷം അല്പനേരം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെ പകൽ അത്രയും അവന് വായിക്കാൻ വേണ്ടി കിട്ടിയിരുന്നു. തൻ്റെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരുന്ന പരീക്ഷണശാലയിൽ സമയം ചെലവിടാനും അവനന്ന് സാധിച്ചിരുന്നു.
പക്ഷേ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഒരേ സമയം മുഴുകിയിരുന്നത് എഡിസന്റെ ജോലിയെ തന്നെ ബാധിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഡ്യൂട്ടി സമയത്ത് എഡിസൺ ഇരുന്ന് ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ, കൃത്യസമയത്ത് സിഗ്നലുകൾ കൈമാറാതെ ഇരുന്നതിൻ്റെ പേരിൽ 2 തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചേക്കാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. കേവല ഭാഗ്യം കൊണ്ട് മാത്രം അന്ന് അപകടം ഒഴിവായി എങ്കിലും എഡിസനെ അവർ പിരിച്ചുവിട്ടു. എന്നാൽ മിടുക്കനായ ഒരു ടെലിഗ്രാഫർ ആയിരുന്നതുകൊണ്ട് അയാൾക്ക് ഒട്ടും വൈകാതെ തന്നെ മറ്റൊരിടത്ത് അതേ ജോലി തന്നെ കിട്ടി. 1868 പലയിടങ്ങളിൽ ടെലിഗ്രാഫറായി ജോലി ചെയ്തതൊടുവിൽ എഡിസൺ ബോസ്റ്റണിൽ വെസ്റ്റേൺ യൂണിയൻ എന്ന രാജ്യം മുഴുവൻ ടെലിഗ്രാം ശൃംഖലകൾ സ്വന്തമായുള്ള വലിയൊരു കമ്പനിയിൽ കയറിപ്പറ്റി. എഡിസന്റെ ജീവിതത്തിലെ ആദ്യത്തെ പേറ്റന്റും ആ വർഷം തന്നെ അയാളെ തേടിയെത്തി. അയാളുടെ ആദ്യത്തെ കണ്ടുപിടുത്തം ഒരു ഓട്ടോമാറ്റിക് വോട്ട് കൗണ്ടർ മെഷീൻ ആയിരുന്നു. US കോൺഗ്രസ് ഒരു പക്ഷേ അങ്ങനെ ഒരു യന്ത്രം ഉപയോഗിച്ചേക്കാമെന്ന് അയാൾക്ക് അന്നേ തോന്നിയിരുന്നു. എന്നാൽ അന്നത്തെ കോൺഗ്രസ് അംഗങ്ങൾക്കും അധികാരികൾക്കും പേപ്പർ ബാലറ്റുകളിൽ വോട്ട് രേഖപ്പെടുത്തി കൈകൊണ്ടെണ്ണിയാൽ മാത്രമേ തൃപ്തി വന്നിരുന്നുള്ളൂ. അതുകൊണ്ട് ആ യന്ത്രം അന്ന് ഫാക്ടറി കണ്ടില്ല. ഇന്ന് US കോൺഗ്രസിൽ ബില്ലുകളിന്മേൽ വോട്ടിംഗ് നടക്കുമ്പോൾ അതിലെ വോട്ടുകൾ യന്ത്രസഹായത്തോടെ എണ്ണി തിട്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ കാലത്തിനും അപ്പുറത്തേക്ക് ചിന്തിച്ചതിനായിരുന്നു എഡിസൺ എന്ന് നമുക്ക് ബോധ്യപ്പെടും. 1869 ജനുവരിയിൽ എഡിസൺ വെസ്റ്റേൺ യൂണിയനിലെ ജോലി ഉപേക്ഷിച്ച് ഒരു ഫുൾ ടൈം ഇൻവെന്ററായി ന്യൂയോർക്കിലേക്ക് ചേക്കേറുന്നു. ആദ്യത്തെ കണ്ടുപിടുത്തം കൊണ്ട് 5 കാശിൻ്റെ ഉപയോഗം ഉണ്ടായില്ല എങ്കിലും എഡിസൺ നിരാശനാവുന്നില്ല. അടുത്ത പരീക്ഷണങ്ങളിലേക്ക് അയാൾ നീങ്ങുന്നു. ന്യൂയോർക്കിൽ അയാൾക്കൊരു ടെലിഗ്രാഫ് എക്യുപ്മെന്റ് കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് എഡിസൺ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ഇൻവെൻഷൻ നടത്തുന്നത്. സ്റ്റോക്ക് ടിക്കർ എന്നായിരുന്നു അതിൻ്റെ പേര്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരി വിലകൾ മാറുന്ന മുറയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ മെഷീൻ. പൂർണ്ണമായും ഒരു മൗലികമായ കണ്ടുപിടുത്തമെന്ന് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. അന്ന് അതേ പണി എടുത്തിരുന്ന മറ്റൊരു യന്ത്രത്തിൻ്റെ കുറെ കൂടി എഫിഷ്യൻ്റ് ആയ ഒരു വേർഷൻ മാത്രമാണ് എഡിസൺ വികസിപ്പിച്ചെടുക്കുന്നത്. 1870 ഫെബ്രുവരിയിൽ അദ്ദേഹം ഗോൾഡൻ സ്റ്റോക്ക് ടെലിഗ്രാഫ് കമ്പനി എന്ന സ്ഥാപനവുമായി ടെലിഗ്രാഫ് ടെക്നോളജിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടി ഒരു കരാർ ഒപ്പിടുന്നു. ഈ സമയം തന്നെയാണ് എഡിസൺ യൂണിവേഴ്സൽ സ്റ്റോക്ക് പ്രിന്റർ എന്ന പേരിൽ തൻ്റെ സ്റ്റോക്ക് ടിക്കർ ടെക്നോളജിയും പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. കമ്പനിക്ക് എന്തായാലും എഡിസന്റെ ഏറ്റവും പുതിയ സ്റ്റോക്ക് ടിക്കർ നല്ലപോലെ ബോധിച്ചു. അതുണ്ടാക്കാനുള്ള ആജീവനാന്ത അവകാശം അവർ എഡിസണിൽ നിന്ന് പ്രതിഫലം നൽകി തന്നെ വാങ്ങിക്കുന്നു. അന്ന് 1870 ആ കമ്പനി ഈ പേറ്റന്റ് അവകാശത്തിന് വേണ്ടി നൽകിയ തുക കേട്ടാൽ ആരും ഞെട്ടും. $40,000. അന്നത്തെ $40,000 എന്നത് ഇന്നത്തെ ഏറ്റവും ചുരുങ്ങിയത് $1 മില്യൺ തുല്യമായിട്ടുള്ള പണമാണ്. അതായത് ഇന്നത്തെ ഏതാണ്ട് 8.5 കോടിയിലധികം രൂപ. അങ്ങനെ തൻ്റെ സ്റ്റോക്ക് ടിക്കർ പേറ്റന്റ് വിറ്റ് കിട്ടിയ പണം കൊണ്ട് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ്, ഒരു പരീക്ഷണശാല തന്നെ സ്ഥാപിക്കാൻ എഡിസന് സാധിച്ചു. ആ സ്ഥാപനത്തിൽ അദ്ദേഹം അന്നാട്ടിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് വിപ്ലവകരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിച്ചു. ഒരു ബോസ് എന്ന നിലയ്ക്ക് വളരെ വിചിത്രമായിരുന്നു എഡിസന്റെ രീതികൾ പലതും. കോട്ടും ചൂട്ടുമൊക്കെ ധരിച്ച് നല്ല ഡീസൻ്റായി ഓഫീസിൽ വരുന്നതായിരുന്നു അന്നത്തെ വ്യവസായ ഉടമകളുടെ പതിവ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി തികച്ചും അലക്ഷ്യമായ വസ്ത്രധാരണ രീതിയായിരുന്നു എഡിസന്റേത്. തൻ്റെ കീഴിൽ പണിയെടുത്തിരുന്നവരോട് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള പെരുമാറ്റം. പലപ്പോഴും അവരോട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക വരെ ചെയ്യും. രാത്രി ഉറക്കം കുറവായിരുന്നതുകൊണ്ട് അതിന് പകരം പകൽ എപ്പോൾ എത്ര കുറച്ച് നേരം കിട്ടിയാലും എഡിസൺ ഉറങ്ങുമായിരുന്നു. ആ പവർ നാപ്പുകൾ അങ്ങനെ ഇന്നയിടത്ത് എന്നില്ല. ചിലപ്പോൾ ലബോറട്ടറിയിലെ മേശയ്ക്ക് ചുവട്ടിൽ, മറ്റു ചിലപ്പോൾ സോഫയിൽ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് ഇരിപ്പിനൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന എഡിസനെ അന്ന് കാണാമായിരുന്നു. പലപ്പോഴും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആ ഉറക്കങ്ങൾ നീണ്ടുപോയിരുന്നത്. അതിനു പിന്നാലെ സടകുടഞ്ഞെഴുന്നേറ്റ് തൻ്റെ പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തിരുന്നു അന്ന് എഡിസൺ. 1871 തൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മേരി സ്റ്റിൽവെൽ എന്നൊരു യുവതിയുമായി എഡിസൺ പ്രണയത്തിലാവുന്നു. അക്കൊല്ലം ഡിസംബറിൽ അവരുടെ വിവാഹവും നടക്കുന്നു. അവർക്ക് മാരിയോൺ, തോമസ് ജൂനിയർ, വില്യം എന്നിങ്ങനെ 3 ആൺമക്കളും അന്ന് ജനിക്കുന്നു. തൻ്റെ മക്കളിൽ 2 പേർക്കുള്ള വിളിപ്പേര് എഡിസൺ കണ്ടെത്തുന്നത് മോഴ്സ് കോഡിൽ നിന്നാണ്. മൂത്തവൻ മാരിയോന്റെ വിളിപ്പേര് ഡോട്ട് എന്നായിരുന്നു. ഏറ്റവും ഇളയവൻ വില്യമിന്റെ ഓമനപ്പേര് ഡാഷ് എന്നും. 1875 ഡിസംബറിൽ എഡിസൺ തൻ്റെ കുടുംബവും പരീക്ഷണശാലകളും ന്യൂജേഴ്സിക്ക് അടുത്തുള്ള മെൻലോ പാർക്കിലേക്ക് മാറ്റുന്നു. 2 ഇൻവെന്റർമാരും 3 മെഷീനിസ്റ്റുകളും അടക്കം 5 പേർ മാത്രമായിരുന്നു മെൻലോ പാർക്കിലെ ആദ്യത്തെ ജീവനക്കാർ. ടെലിഗ്രാഫ് യന്ത്രത്തെ പരിഷ്കരിക്കാനുള്ള നിരവധി ഗവേഷണങ്ങൾ ഇക്കാലത്ത് എഡിസൺ നടത്തി. ഓട്ടോമാറ്റിക് ടെലിഗ്രാഫ്, ഡ്യൂപ്ലക്സ് ടെലിഗ്രാഫ്, മെസ്സേജ് പ്രിന്റർ എന്നിങ്ങനെ ടെലിഗ്രാഫ് സിസ്റ്റത്തെ മുന്നോട്ട് നയിച്ച പല കണ്ടുപിടുത്തങ്ങളും എഡിസന്റെ വകയാണ്. മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി മെൻലോ പാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എഡിസൺ ഇൻവെന്റർമാരുടെ കുഞ്ഞു കുഞ്ഞു ടീമുകളെ വിന്യസിച്ചു. എഡിസന്റെ ഈ ഇൻവെന്റർമാർ അന്ന് അറിയപ്പെട്ടിരുന്നത് മക്കേഴ്സ് എന്ന പേരിലാണ്. ഇങ്ങനെ ഇൻവെൻഷൻ എന്ന വലിയ ടാസ്ക് പല ടീമുകൾക്കായി ഡെലിഗേറ്റ് ചെയ്ത് കൃത്യമായ കോർഡിനേഷനോടുകൂടി മാസ് സ്കെയിലിൽ നടപ്പിലാക്കി തുടങ്ങിയതോടെ എഡിസന് അന്ന് വിപണിയിൽ ഏതൊരു ശാസ്ത്രജ്ഞന് സാധിക്കുന്നതിനേക്കാളുമൊക്കെ എഫിഷ്യൻ്റായി തൻ്റെ ലാബ് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു.
തോമസ് ആൽവ എഡിസനെ സംബന്ധിച്ചിടത്തോളം 1877 എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു വർഷമാണ്. അയാൾ ഏറെ ആവേശകരമായ ഒട്ടനവധി പ്രൊജക്റ്റുകളിൽ ഒരേ സമയം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലം. അതിന് തൊട്ടു തലേ വർഷമാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ഗവേഷകൻ ലോകത്തിലെ ആദ്യത്തെ ടെലിഫോണിന് പേറ്റന്റ് എടുക്കുന്നത്. ഗ്രഹാം ബെൽ ഫോൺ കണ്ടുപിടിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ മാസ് സ്കെയിൽ ഫലപ്രദമായി നടത്തേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ ഗ്രഹാം ബെല്ലിന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ട പണിയെടുക്കുന്നത് എഡിസനാണ്. ടെലിഗ്രാഫ് മെഷീനു വേണ്ടി ചില പുതിയ പാർട്സ് വികസിപ്പിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങളിലും എഡിസൺ സമാന്തരമായി മുഴുകുന്നുണ്ടായിരുന്നു. ആ പരീക്ഷണങ്ങൾക്കിടയിൽ 1877 വേനൽക്കാലത്ത് വളരെ യാദൃച്ഛികമായി എഡിസൺ മനുഷ്യന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്തി. ശബ്ദതരംഗങ്ങളുടെ മർദ്ദത്തിനനുസരിച്ച് വിറയ്ക്കുന്ന ഒരു സ്റ്റൈലസ് ഒരു സിലിണ്ടറിൽ ചുറ്റിയ ഫോയിലിൽ കുഞ്ഞു ഗ്രൂവുകൾ വീഴ്ത്തും. തുടക്കത്തിൽ ഫോയിൽ സിലിണ്ടർ ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് വാക്സ് സിലിണ്ടറുകൾക്ക് വഴിമാറി. മനുഷ്യരാശിയുടെ ആ ആദ്യത്തെ ശബ്ദലേഖനത്തിൽ എഡിസൺ മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന നഴ്സറി പാട്ടിലെ ചില വരികളാണ് റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എഡിസൺ തൻ്റെ കണ്ടുപിടുത്തം പേറ്റന്റ് ഓഫീസിലേക്ക് അയച്ചു. അന്ന് അദ്ദേഹം അതിനെ വിളിച്ചത് ഫോണോഗ്രാഫ് എന്നാണ്. ലാറ്റിനിൽ ആ വാക്കിൻ്റെ അർത്ഥം ശബ്ദാലേഖനം അഥവാ സൗണ്ട് റൈറ്റിംഗ് എന്നായിരുന്നു. CD പ്ലെയറുകളിൽ നിന്നോ പണ്ടത്തെ കാസറ്റ് പ്ലെയറുകളിൽ നിന്നോ ഒക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു എഡിസന്റെ ഫോണോഗ്രാഫ് കാണാൻ. പേപ്പർ ടവൽ റോളുകളിൽ കാണുന്ന പോലെ ഒരു സിലിണ്ടർ, അതിനു ചുറ്റും വളരെ ഖനം കുറഞ്ഞ ഒരു ഫോയിൽ, ഇത്രയുമായിരുന്നു അതിൻ്റെ രൂപം. ആ ഫോയിലിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ശബ്ദത്തെ തിരികെ പ്ലേ ചെയ്യാനും സാധിച്ചിരുന്നു. അന്നത്തെ അമേരിക്കൻ ശാസ്ത്രലോകം എഡിസന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് റുദർഫോർഡ് ബി ഹെയ്സിന് മുന്നിൽ ഈ പുതുപുത്തൻ കണ്ടുപിടുത്തം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് എഡിസൺ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തപ്പെടുക പോലും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റിന് മുന്നിലെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്നത്തെ ഊഴം സെനറ്റർമാരുടെ ആയിരുന്നു. അവരിൽ ചിലർ ആദ്യം കരുതുന്നത് കണ്ടുപിടുത്തം എന്ന പേരിൽ എഡിസൺ എന്തോ തട്ടിപ്പ് കാണിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് പരീക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ എഡിസനെ ആ മുറിക്ക് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഫോണോഗ്രാഫിൽ നിന്ന് ശബ്ദം വരുമ്പോൾ ആ മുറിയിൽ ഒരു തട്ടിപ്പും കാണിക്കാൻ വേണ്ടി എഡിസൺ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ആ മുൻകരുതലിൻ്റെ ഉദ്ദേശം. അങ്ങനെ എഡിസനെ മുറിയിൽ പോലും ഇരുത്താതെ നടത്തിയ പരീക്ഷണവും വിജയിച്ചതോടെ സെനറ്റർമാർക്കിടയിലും അദ്ദേഹത്തിന് മതിപ്പിരട്ടിച്ചു. തൻ്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തിന് എന്തായാലും ആവശ്യക്കാർ ഉണ്ടാകുമെന്ന് എഡിസൺ കരുതിയിരുന്നു. എന്നാൽ ഫോണോഗ്രാഫ് വാങ്ങിക്കുന്നവർ അതുപയോഗിച്ച് എന്തായിരിക്കും കേൾക്കുക എന്ന് ഊഹിക്കാൻ അന്ന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അന്നോളം ജനങ്ങൾ സംഗീതം ആസ്വദിച്ചിരുന്നത് ലൈവ് കൺസെർട്ടുകളിൽ മാത്രമായിരുന്നു. ഫോണോഗ്രാഫ് എന്നത് ശബ്ദാലേഖന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള രൂപമാണ്. ആ ടെക്നോളജി വളർന്നാണ് പിന്നീട് LP ഡിസ്കുകൾ, കാസറ്റുകൾ, CD, DVD എന്നിങ്ങനെ വളർന്നു വന്ന് നമ്മൾ ഇന്ന് കാണുന്ന റെക്കോർഡഡ് മ്യൂസിക് ഇൻഡസ്ട്രിയായി മാറിയത്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ഫോണോഗ്രാഫിക് ഇൻഡസ്ട്രിയുടെ 2024 കണക്കുകൾ പ്രകാരം ഏതാണ്ട് $30 ബില്യൺ ഇന്ന് ആഗോള മ്യൂസിക് ഇൻഡസ്ട്രിയുടെ വലിപ്പം. ഫോണോഗ്രാഫ് എന്ന ഈ കണ്ടെത്തൽ വിജയിച്ചതോടെ എഡിസന് പിന്നീട് ഒരു ആയുഷ്കാലം തന്നെ പിന്തുടർന്ന ഒരു ചെല്ലപ്പേര് വീണ് കിട്ടി, മെൻലോ പാർക്കിലെ മാന്ത്രികൻ. ആ കാലം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നിട്ടും സൂര്യാസ്തമനം കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വെട്ടം കണ്ടു കിട്ടുക പ്രയാസമായിരുന്നു. മെഴുകുതിരികളുടെയും മണ്ണെണ്ണ, ഗ്യാസ് എന്നിവയിൽ പ്രവർത്തിച്ചിരുന്ന ഓട്ടുവിളക്കുകളുടെയും പാനീസ് വിളക്കുകളുടെയും ഒക്കെ കാലമായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഈ വിളക്കുകളിൽ നിന്ന് തീ വീടാകെ പടർന്നു കത്താൻ. പല വിളക്കുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന പുകയും എണ്ണ കത്തുന്നതിൻ്റെ മണവുമൊക്കെ അസഹ്യമായിരുന്നു. പലതിലും ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിക്കേണ്ടിയും വന്നിരുന്നു. മാത്രമല്ല വളരെ കുറച്ച് വട്ടത്തിൽ മാത്രമേ ഈ വിളക്കുകളിലെ വെളിച്ചം എത്തിയിരുന്നുമുള്ളൂ. ആവശ്യത്തിന് വെട്ടം പകരുന്ന, ഒരു മിനിമം കാലം കെടാതെ പ്രവർത്തിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ബൾബ് അന്നോളം ആരും തന്നെ കണ്ടെത്തിയിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഒന്ന് കണ്ടെത്തുക അസാധ്യമാണ് എന്ന് പോലും അന്ന് പലരും കരുതിയിരുന്നു. പക്ഷേ അസാധ്യം എന്നൊരു വാക്ക് തന്നെ തോമസ് ആൽവ എഡിസന്റെ ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. 1878 എഡിസണും സംഘവും ഇലക്ട്രിക് ബൾബുകൾക്ക് വേണ്ടി ദീർഘനേരം എരിയുന്ന ഫിലമെന്റുകൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിലേക്ക് കടക്കുന്നു. ചിലരെങ്കിലും കരുതുന്നത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഹംഫ്രി ഡേവിക്കാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു ചാർക്കോൾ സ്റ്റിക്കിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് ഇൻകാൻഡസെന്റ് ലൈറ്റിംഗ് കണ്ടെത്തിയിരുന്നു. ആ ആശയം വളരെ ലളിതമായ ഒന്നായിരുന്നു. ഫിലമെന്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു മെറ്റൽ അല്ലെങ്കിൽ കാർബണിന്റെ കഷ്ണം 2 വയറുകൾക്കിടയിൽ കൊരുത്തിടും. ആ സ്ട്രിപ്പിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അത് ചൂടാകും, പ്രകാശം പുറപ്പെടുവിക്കും. ഒരൊറ്റ കുഴപ്പം മാത്രം ആർക്കും പരിഹരിക്കാൻ ആദ്യം സാധിച്ചിരുന്നില്ല. ചൂടായി വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഈ ഫിലമെന്റ് അല്പനേരത്തിനുള്ളിൽ തന്നെ എരിഞ്ഞു പോകും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഫ്യൂസ് ആകും. ചൂടാകുമ്പോൾ വേണ്ടുവോളം പ്രകാശം പുറപ്പെടുവിക്കുന്ന, എന്നാൽ അത്ര എളുപ്പത്തിൽ ഫ്യൂസ് ആകാത്ത ഫിലമെന്റ് ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽ അന്വേഷിച്ച് ഗവേഷകർ നിരന്തര പരീക്ഷണങ്ങളിലായിരുന്നു അന്നൊക്കെ. എഡിസണും ഇതേ മെറ്റീരിയലിന് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെ ആയിരുന്നു.
1878 ഒക്ടോബറിൽ എഡിസൺ പ്രസ്സിനു മുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒരു പ്രഖ്യാപനം നടത്തി. അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ താൻ ഇലക്ട്രിക് ബൾബ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നിർമ്മിക്കാനുള്ള വഴി കണ്ടുപിടിക്കും. പറഞ്ഞത് 6 ആഴ്ച എന്നായിരുന്നുവെങ്കിലും അടുത്ത 1 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു അത് എഡിസന്. പ്രാക്ടിക്കലും സേഫും എക്കണോമിക്കലുമായിട്ടുള്ള ഒരു ഇൻകാൻഡസെന്റ് ലൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി എഡിസൺ തികഞ്ഞ ക്ഷമയോടെ നടത്തിയത് എണ്ണമറ്റ പരീക്ഷണങ്ങളാണ്. ഫിലമെന്റ് ആയിരുന്നു പ്രശ്നമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലിനൻ, ഗ്രാസ്, ടാർ, കുതിരരോമം, മനുഷ്യന്റെ മുടി തുടങ്ങി പലതും എഡിസൺ പരീക്ഷിച്ചു നോക്കി. പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചില്ല. ഓരോ തവണയും ബൾബ് കത്തിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴും എഡിസൺ അതിൽ നിരാശപ്പെടുകയല്ല ചെയ്തത്. മറിച്ച് തൻ്റെ ജേണലിൽ ആ പരാജയത്തെ, അതിനുള്ള കാരണങ്ങളെ, പരിഹരിക്കാനുള്ള മാർഗങ്ങളെ എല്ലാം രേഖപ്പെടുത്തുകയായിരുന്നു. ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽ അന്വേഷിച്ച് എഡിസൺ തന്റെ നിരവധി അനുയായികളെ ആമസോണിലെയും ജപ്പാനിലെയും കാടുകളിലേക്ക് അയച്ചു. ഏതാണ്ട് 6000-ഓളം ചെടികളെയെങ്കിലും ഈ ആവശ്യത്തിനു വേണ്ടി അന്ന് എഡിസൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾ നീണ്ട പരീക്ഷണ പരാജയങ്ങൾക്ക് ശേഷം എഡിസൺ 1879 ഡിസംബർ 31 പകൽ ആ പ്രഖ്യാപനം നടത്തി. താൻ ഒടുവിൽ ലൈറ്റ് ബൾബ് വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയം കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ അതിന്റെ പരീക്ഷണം ഉണ്ടാവും. മെൻലോ പാർക്കിലെ തന്റെ ലബോറട്ടറിയിൽ തന്നെ പലയിടത്തായി എഡിസൺ കുറെ ബൾബുകൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. അതിനു പുറമെ ഗ്രാമത്തിലെ വീടുകളിലും ട്രെയിൻ സ്റ്റേഷനിലും എഡിസൺ തന്റെ ബൾബുകൾ സ്ഥാപിച്ചു. ടൗണിലെ പ്രധാന നിരത്തുകളോട് ചേർന്ന് വരിവരിയായി സ്ഥാപിച്ചിരുന്ന പോസ്റ്റുകളിലും അയാൾ തന്റെ പുതിയ ബൾബുകൾ പരീക്ഷണത്തിന് വേണ്ടി തൂക്കി. ഈ വൈദ്യുതി വിളക്കുകളെല്ലാം തന്നെ ഒരൊറ്റ സ്വിച്ചുമായിട്ടാണ് അന്ന് എഡിസൺ ഘടിപ്പിക്കുന്നത്. ആ ന്യൂ ഇയർ ഈവിൽ എഡിസൺ മെൻലോ പാർക്ക് വില്ലേജ് മുഴുവനും ഒരൊറ്റ സ്വിച്ച് അമർത്തിക്കൊണ്ട് മഞ്ഞ വെളിച്ചത്തിൽ കുളിപ്പിക്കാൻ പോകുന്ന മാജിക് കാണാൻ വേണ്ടി അവിടേക്ക് തീവണ്ടി പിടിച്ചെത്തിയത് 3000-ഓളം സന്ദർശകരാണ്. ആ സഞ്ചാരികളെ മുഴുവനും കൊണ്ടുവരാൻ വേണ്ടി അന്ന് റെയിൽ റോഡ് കമ്പനിക്ക് അധിക കോച്ചുകൾ വരെ ആ റൂട്ടിൽ അനുവദിക്കേണ്ടതായിട്ട് വന്നു. സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിശയ കാഴ്ച തന്നെയായിരുന്നു. ഒരൊറ്റ സ്വിച്ച് അമർത്തി എഡിസൺ ആ ബൾബുകളെല്ലാം ഒരുമിച്ച് തെളിയിച്ചതോടെ അത് കാണാൻ എത്തിച്ചേർന്നവർ ആവേശം കൊണ്ട് കൈയടിച്ചു പോയി. ഏതാണ്ട് $40,000 വരുന്ന ഫണ്ട് ചെലവിട്ട് 1.5 വർഷം എടുത്ത് 1200 പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് എഡിസൺ ഇൻകാൻഡസെന്റ് ബൾബ് വിജയകരമായി കണ്ടെത്തിയത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഈ കൈയടികൾക്ക് അർത്ഥമേറുന്നത്. ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയതിനു ശേഷം അമേരിക്കയിലും ലോകത്തിന്റെ മറ്റ് കോണുകളിലുമെല്ലാം എഡിസൺ ഒരു ഹീറോ ആയി മാറി. വെറും 32 വയസ്സ് പ്രായമുള്ളപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കമേഴ്ഷ്യൽ ഇലക്ട്രിക് ബൾബ് വിജയകരമായി കത്തിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്റെ പരീക്ഷണത്തിലൂടെ രാജ്യത്തെ പല വ്യവസായികളുടെയും മതിപ്പ് നേടിയ എഡിസന്റെ കമ്പനിയിൽ പണം നിക്ഷേപിക്കാൻ അന്ന് നിരവധി പേർ മുന്നോട്ട് വന്നു. ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ് എത്തുമ്പോൾ അതിൽ തോമസ് ആൽവ എഡിസൺ ഇൻവോൾവ് ആണ് എന്ന് കണ്ടാൽ പിന്നെ നിക്ഷേപകർക്ക് വലിയ ആവേശമായിരുന്നു. എഡിസൺ മനസ്സുവെച്ചാൽ എന്തും സാധ്യമാണ് എന്നൊരു പ്രതീതി തന്നെ അന്ന് അമേരിക്കയിൽ സാധാരണമായിരുന്നു. അങ്ങനെ ദീർഘനേരം കത്തുന്ന ഫിലമെന്റിലേക്ക് എഡിസന്റെ പരീക്ഷണങ്ങൾ എത്തിയെങ്കിലും അപ്പോഴും ഇലക്ട്രിസിറ്റിയിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബൾബിടാനുള്ള ലാമ്പുകളോ ഓണാക്കാനുള്ള സ്വിച്ചുകളോ വീടുകളിൽ ഇന്ന് കാണുമ്പോലുള്ള വയറിങ്ങോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ KSEB വീടുകളിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ പവർ എത്തിക്കുന്നത് പോലെ അന്ന് ജനങ്ങളുടെ വീടുകളിലേക്ക് കറണ്ട് എത്തിക്കുന്ന സ്ഥാപനങ്ങളും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലാതെ വെറും ബൾബ് മാത്രം കണ്ടുപിടിച്ചിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് എഡിസൺ ഈ സിസ്റ്റത്തിൽ ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ കൂടി കണ്ടുപിടിക്കാൻ തിരികെ മെൻലോ പാർക്കിലേക്ക് മടങ്ങുന്നു. പിന്നീട് വർഷങ്ങളുടെ ഗവേഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഇന്ന് കാണുന്ന വൈദ്യുതി വിതരണ സംവിധാനങ്ങളുടെ എല്ലാം പ്രാഗ്രൂപം ഡിസൈൻ ചെയ്ത് ആദ്യമായിട്ട് പ്രാവർത്തികമാക്കുന്നത് എഡിസൺ ആണ്. 1880കളുടെ തുടക്കത്തിൽ ന്യൂയോർക്ക് നഗരത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ കമേഴ്ഷ്യൽ സെൻട്രൽ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നതും അതിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ എഡിസൺ നേരിട്ടാണ്. അപ്പോഴേക്കും മെൻലോ പാർക്കിലെ എഡിസന്റെ ജീവനക്കാരുടെ എണ്ണം 60 ഉയർന്നിരുന്നു. 1884 നിക്കോള ടെസ്ല എന്നു പേരുള്ള ഒരു സെർബിയൻ എഞ്ചിനീയർ കുറച്ചു മാസങ്ങൾ എഡിസന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. സെർബിയയിൽ നിന്ന് പോക്കറ്റിൽ 4 സെന്റും ഒരു ഭാണ്ഡക്കെട്ടുമായി കപ്പലിൽ വന്നിറങ്ങിയ ടെസ്ല എന്ന 28-കാരന് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി ഓഫർ ചെയ്യുന്നത് എഡിസൺ ആണ്. എഡിസൺ ടെസ്ലയ്ക്ക് കമ്പനി നിർമ്മിച്ചിരുന്ന എഫിഷ്യൻസി കുറഞ്ഞ ഡയനാമോകൾ റീഡിസൈൻ ചെയ്താൽ വലിയൊരു തുക പ്രതിഫലമായി നൽകാമെന്ന് വാക്കാൽ ഉറപ്പ് കൊടുത്തിരുന്നു. എന്നാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സമയത്ത് എഡിസൺ താൻ ടെസ്ലയ്ക്ക് കൊടുത്തിരുന്ന വാക്ക് മറന്നു പോകുന്നു. അത് താൻ തമാശ പറഞ്ഞതാണ്, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദ അമേരിക്കൻ സെൻസ് ഓഫ് ഹ്യൂമർ എന്നുമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു കളയുന്നു. തന്നെ എഡിസൺ പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു എന്ന് ടെസ്ലയ്ക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു അസംതൃപ്തി മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാകും അധികം വൈകാതെ ടെസ്ല എഡിസന്റെ സ്ഥാപനം വിട്ടിറങ്ങി ജോർജ് വെസ്റ്റിംഗ് ഹൗസ് നടത്തിയിരുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പരീക്ഷണങ്ങളുടെ ഭാഗമാകുന്നു. എഡിസണും സ്ഥാപനവും അന്ന് ഡയറക്റ്റ് കറണ്ട് അഥവാ DC വേണ്ടി വാദിച്ചിരുന്നവരാണ്. അതിൽ തന്നെ ആയിരുന്നു അവരുടെ നിക്ഷേപ താല്പര്യങ്ങളും. എഡിസന് ഈ വെസ്റ്റിംഗ് ഹൗസിനെയോ അയാളുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയോ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു.
ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആളെക്കൊല്ലിയാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇൻസ്റ്റാൾ ചെയ്ത 6 മാസത്തിനുള്ളിൽ വെസ്റ്റിംഗ് തന്റെ കസ്റ്റമറെ കൊല്ലുമെന്ന് ഒരു കത്ത് പോലും അന്ന് എഡിസൺ അയച്ചു വിടുന്നുണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അപകടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു പബ്ലിക് മാനിഫെസ്റ്റോയും അന്ന് എഡിസൺ അച്ചടിച്ചിറക്കുന്നുണ്ട്. വാർ ഓഫ് ദി കറണ്ട് എന്ന പേരിൽ കുഖ്യാതമായ ഈ കിടമത്സരങ്ങളുടെ ഭാഗമായി എഡിസൺ കൂടി ഗൂഢാലോചന നടത്തി ടോപ്സി എന്നൊരു പിടിയാനയെ പൊതുജനമധ്യത്തിൽ ഷോക്കടിപ്പിച്ച് കൊന്നുകളഞ്ഞ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ലക്കം ആരംഭിച്ചത് തന്നെ. പക്ഷേ എഡിസൺ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒടുവിൽ കാര്യങ്ങൾ ടെസ്ലയുടെയും വെസ്റ്റിംഗ് ഹൗസിന്റെയും വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. പവർ പ്ലാന്റിൽ നിന്ന് ഏറെ ദൂരം കുറഞ്ഞ ചെലവിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ DC പവർ സ്റ്റേഷനുകൾ ഏതാണ്ട് ഓരോ മൈൽ ഇടവിട്ടും ഉണ്ടായേ മതിയാകുമായിരുന്നുള്ളൂ അന്ന്. ഈ ഒരു കാര്യം തന്നെ പിന്നീട് അങ്ങോട്ട് ആ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിച്ച സുപ്രധാന ഘടകമായി മാറി. 1891 ഇലക്ട്രിക്കൽ വേൾഡ് മാഗസിനിൽ വന്ന റിപ്പോർട്ട് പ്രകാരം അന്ന് കഷ്ടിച്ച് 200 എഡിസൺ DC പവർ സ്റ്റേഷനുകൾ അമേരിക്കയിൽ കമ്മീഷൻഡ് ആയിരുന്നപ്പോൾ 1000-ലധികം AC പവർ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ്. 1893 ഷിക്കാഗോയിൽ വേൾഡ്സ് കൊളംബിയൻ എക്സ്പോസിഷൻ നടന്നപ്പോൾ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ നടത്താനുള്ള കരാർ വെസ്റ്റിംഗ് ഹൗസ് കമ്പനി നേടുന്നു. അതുപോലെ 1895-96 കാലത്ത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ലോകത്തിലെ ആദ്യത്തെ മേജർ ഹൈഡൽ ഇലക്ട്രിക് പ്ലാന്റ് കമ്മീഷൻ ചെയ്യാറായപ്പോഴും ഏറെ നിർണായകമായ ഒരു ചോദ്യം ഉയർന്നു വന്നു. കറണ്ട് AC വേണോ അതോ DC വേണോ? എഡിസൺ സ്വാഭാവികമായിട്ടും അന്ന് DCക്ക് വേണ്ടി കാര്യമായ ലോബിയിങ് തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ ഒടുവിൽ കോൺട്രാക്ട് വെസ്റ്റിംഗ് ഹൗസ് ടെസ്ല ടീം സ്വന്തമാക്കുകയായിരുന്നു. നയാഗ്ര ഫോൾസ് പവർ പ്ലാന്റ് 1896 പ്രവർത്തനം ആരംഭിക്കുകയും ബഫല്ലോ നഗരത്തെ മുഴുവൻ AC കറണ്ട് ഉപയോഗിച്ച് വെളിച്ചത്തിൽ മുക്കുകയും ചെയ്തതോടെ വൈദ്യുതിവൽക്കരണത്തിൽ ACക്ക് DCക്ക് മേൽ ഉണ്ടായി വന്ന അപ്രമാദിത്വം അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടു. അതുപോലെ അന്നത്തെ എഡിസൺ ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ പ്രധാന നിക്ഷേപകരിൽ ഒരാളായിരുന്നു JP മോർഗൻ. ഈ വാർ ഓഫ് ദ കറൻസിനെ നടുക്കുപെട്ട് നട്ടം തിരിയുന്ന മോർഗൻ ഒടുവിൽ എഡിസണെതിരെ പാളയത്തിൽ പട നയിക്കുന്നു. എഡിസൺ അങ്ങനെ സ്വന്തം കമ്പനിയിൽ നിന്ന് ഒടുവിൽ പുറത്താക്കപ്പെടുന്നു. അന്ന് എഡിസന്റെ പേര് പോലും കമ്പനി ലോഗോയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇന്നുള്ള GE എന്ന ചുരുക്കപ്പേരിലേക്ക് ആ കമ്പനി നീളുന്നു. പുതിയ കമ്പനി DCക്ക് പകരം AC സിസ്റ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയതോടെ വാർ ഓഫ് കറൻസിനും വിരാമമായി. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കോളിളക്കങ്ങൾ നടക്കുന്നതിനിടയിലും എഡിസന്റെ ലബോറട്ടറിയിലെ അക്ഷീണ ഗവേഷണങ്ങൾ അതിന് സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 1887 വെസ്റ്റ് ഓറഞ്ചിലെ തന്റെ വീടിനടുത്തായി മെൻലോ പാർക്കിൽ ഉണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി വലിപ്പത്തിലുള്ള ഒരു ലബോറട്ടറി കൂടി എഡിസൺ പണി തീർത്തിരുന്നു. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഹെൻറി ഹഡ്സൺ ആണ് അന്ന് വെസ്റ്റ് ഓറഞ്ച് ഫെസിലിറ്റി എഡിസന് വേണ്ടി ഡിസൈൻ ചെയ്തു കൊടുക്കുന്നത്. 6 കെട്ടിടങ്ങൾ അടങ്ങിയ ഈ കോംപ്ലക്സിൽ ഏതാണ്ട് 200ഓളം ജീവനക്കാരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലം എന്ന് പറയുന്നത് നിരന്തരമായ മാറ്റങ്ങളുടെ പുതുപുത്തൻ കണ്ടുപിടുത്തങ്ങളുടെ ഒരു യുഗമായിരുന്നു. ടെലിഗ്രാഫ് മെസ്സേജുകൾ, ടെലിഫോണുകൾ, റെക്കോർഡഡ് മ്യൂസിക്, ഇലക്ട്രിക് ബൾബ് എന്നിങ്ങനെ ജനങ്ങളുടെ നിത്യോപയോഗത്തിന് ഉതകുന്ന കണ്ടുപിടുത്തങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരുന്നു അക്കാലത്ത്. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഓരോ കൊല്ലവും ജനം ഇരുന്നത് ഇക്കൊല്ലം ഏത് ഉഗ്രൻ കണ്ടുപിടുത്തമാകും വരാനിരിക്കുന്നത് എന്ന ചിന്തയിലാണ്. ജനങ്ങളുടെ അടുത്ത കൗതുകം ചലിക്കുന്ന ചിത്രങ്ങളിലാണ് എന്ന് എഡിസണും സംഘത്തിനും മനസ്സിലായി. 1888 മുതൽ 1893 വരെ വില്യം ഡിക്കൻസിനുമൊത്ത് ആ ദിശയിൽ എഡിസൺ നടത്തുന്ന പരീക്ഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തുന്നത് കൈനറ്റോസ്കോപ്പ് എന്നൊരു യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിലാണ്. അത് പക്ഷേ തിരശീലയിലെ വലുതായിട്ടുള്ള സിനിമ കാണലല്ലായിരുന്നു. ഒരു ബൈനോക്കുലർ കണ്ണിൽ വെച്ച് ആ 2 ദ്വാരങ്ങളിലൂടെ ടെലിവിഷൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു ഒരു കൈനറ്റോസ്കോപ്പ്. എഡിസൺ തന്നെ ഷൂട്ട് ചെയ്തെടുത്ത ഒരു കുഞ്ഞു സിനിമ ആ മെഷീനിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ അത് കാണാനാവൂ. കൈകൊണ്ടൊരു ഹാൻഡിൽ കറക്കി വേണം അത് കാണാൻ. അന്നുവരെ ചലിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടേ ഇല്ലായിരുന്ന ജനത്തിനെ അത്ഭുതപ്പെടുത്താൻ കൈനറ്റോസ്കോപ്പിലെ ചലിക്കുന്ന ചിത്രങ്ങൾക്ക് അന്ന് സാധിക്കുന്നു. അത് അന്നത്തെ അമേരിക്കയിൽ ഒരു പുതിയ വിനോദോപാധിയായി കൂടി വളർന്നു വന്നു. പക്ഷെ അതോടെ ഒരു കുഴപ്പമുണ്ടായി. ആ യന്ത്രത്തിൽ ലോഡ് ചെയ്ത് കാണിക്കാൻ പറ്റിയ പുതിയ സിനിമകൾ വേണം എന്ന ഡിമാൻഡ് വന്നു. അതിനനുസരിച്ചുള്ള പുതിയ മോഷൻ പിക്ചറുകൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. പുതിയ മോഷൻ പിക്ചറുകൾ നിർമ്മിക്കാൻ വേണ്ടി എഡിസൺ വെസ്റ്റ് ഓറഞ്ചിൽ ഒരു മൂവി സ്റ്റുഡിയോ ആരംഭിക്കുന്നു. അതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ മൂവി സ്റ്റുഡിയോ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ക്യാമറയുടെ കണ്ടുപിടുത്തത്തിലും എഡിസൺ പിന്നീട് പങ്കുവഹിക്കുന്നുണ്ട്. അങ്ങനെ എഡിസണും സംഘവും ലോകത്തിലെ ആദ്യത്തെ സിനിമാ നിർമ്മാണ കമ്പനിയായി മാറി. അവർ നിർമ്മിച്ച ചിത്രങ്ങൾ പക്ഷേ തീരെ ഹ്രസ്വമായിരുന്നു. ചിലത് വെറും 16 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അന്ന് ക്യാപ്ചർ ചെയ്ത മൂവികളിൽ പലതിനും നിയതമായ കഥ പോലും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ മുഴുവൻ ബോക്സിംഗ് മാച്ചായിരുന്നു. മറ്റൊന്നിൽ കാണിക്കുന്നത് എഡിസൺ അദ്ദേഹത്തിന്റെ ലാബിൽ ജോലി ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മറ്റൊരു സിനിമ ഡാൻസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു. എഡിസണും സംഘവും തുടങ്ങിവെച്ച സങ്കല്പത്തെ മറ്റുള്ള ശാസ്ത്ര ഗവേഷകർ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഫലമായിട്ടാണ്
പിന്നീട് ഇന്ന് കാണുമ്പോലെയുള്ള സിനിമാ പ്രൊജക്ഷൻ സംവിധാനങ്ങൾ പലതും വികസിച്ചു വന്നത്. അത് എഡിസൺ വിഭാവനം ചെയ്ത മോഷൻ പിക്ചർ സങ്കല്പത്തിൽ നിന്ന് എത്രയോ അഡ്വാൻസ് ആയ സംവിധാനങ്ങളായിരുന്നുവെങ്കിലും എഡിസൺ പണിതിട്ട് പോയ അസ്ഥിവാരം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര വേഗത്തിൽ അതൊന്നും കണ്ടുപിടിക്കപ്പെടില്ലായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എഡിസൺ തന്റെ പേറ്റന്റുകളിൽ നിന്നുള്ള വരുമാനം ഒന്നുകൊണ്ട് മാത്രം ഒരു കോടീശ്വരനായി മാറിക്കഴിഞ്ഞിരുന്നു. എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് വിരമിച്ച് ശിഷ്ടകാലം സുഖജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ അടങ്ങിയിരിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾ ഫോണോഗ്രാഫുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരുന്നു. 1890കളിൽ ഇരുമ്പയിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടി വടക്കൻ ന്യൂജേഴ്സിയിൽ ഒരു ഫുൾ സ്കെയിൽ പ്ലാന്റ് തന്നെ എഡിസൺ സ്ഥാപിക്കുന്നു. ഈ ഒരു സംരംഭമാണ് ഒരു വ്യവസായി എന്ന നിലയ്ക്ക് എഡിസന്റെ കരിയറിലെ ഏറ്റവും ഭീമമായ കമേഴ്ഷ്യൽ ഫെയിലിയർ. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഇലക്ട്രിക് കാർ എന്നത് കൗതുകം നിറഞ്ഞൊരു സാധ്യതയായി ശാസ്ത്രജ്ഞരുടെ മുന്നിൽ ഉണ്ടായിരുന്ന കാലത്ത് എഡിസൺ ഒരു സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയും കാര്യമായ പരിശ്രമങ്ങൾ നടത്തുന്നു. ലോകമെന്ന് ഇലക്ട്രിക് റൂട്ട് പിടിക്കാതെ പെട്രോളിന്റെ വഴിയെ പോയെങ്കിലും എഡിസന്റെ ബാറ്ററികൾ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇൻഡസ്ട്രിയൽ ലോകം ഏറ്റെടുക്കുന്നു. അമേരിക്ക 1ാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് 1917ലാണ്. ആ ഘട്ടത്തിൽ എഡിസൺ അടക്കമുള്ള സയന്റിസ്റ്റുകൾക്ക് യുദ്ധത്തിന് ഉപകാരമുണ്ടാവുന്ന കണ്ടുപിടുത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശം വരുന്നു. അക്കാലത്ത് നേവൽ കൺസൾട്ടിംഗ് ബോർഡിന്റെ തലവനായി എഡിസൺ നിയമിതനാവുന്നു. കപ്പലുകളെ ടോർപിഡോകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് എഡിസൺ സംഘവും വർക്ക് ചെയ്ത ആദ്യത്തെ പ്രൊജക്ട്. പിന്നാലെ ശത്രു കപ്പലുകളെ, വിമാനങ്ങളെ, സബ്മറൈനുകളെ ഒക്കെ ദൂരെ നിന്ന് കണ്ടെത്താനുള്ള യന്ത്രങ്ങൾ അവർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒപ്പം അന്ന് യുദ്ധകാലത്ത് ഡിമാൻഡ് ഉണ്ടായിരുന്ന പല കെമിക്കലുകളും ഫാക്ടറിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നും എഡിസൺ മനസ്സിലാക്കി. അങ്ങനെയുള്ള നിരവധി ഫാക്ടറികളുടെ കമ്മീഷനിങ്ങിനും അദ്ദേഹം നേതൃത്വം നൽകി. 1918 യുദ്ധം അവസാനിച്ച് ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന് അയവുണ്ടായതോടെ എഡിസൺ സംഘവും വീണ്ടും ഫോണോഗ്രാഫ് ഗവേഷണങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മണിക്കൂറുകളോളം തുടർച്ചയായി എഡിസൺ തന്റെ വാർദ്ധക്യകാലത്തും ലബോറട്ടറികളിൽ ചെലവിടുമായിരുന്നു. 1928 എഡിസന് തന്റെ ആജീവനാന്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമായി കോൺഗ്രഷണൽ മെഡലും നൽകപ്പെട്ടു. 1931 ഒക്ടോബർ 18 തന്റെ 84ാം വയസ്സിൽ തോമസ് ആൽവ എഡിസൺ എന്ന പ്രതിഭാശാലിയായ ശാസ്ത്ര ഗവേഷകൻ, ഇൻവെന്റർ നമ്മളെ വിട്ടുപിരിഞ്ഞു. തോമസ് ആൽവ എഡിസൺ ലോക ചരിത്രത്തിൽ ഓർക്കപ്പെടുക തന്റെ പരശതം കണ്ടുപിടുത്തങ്ങളുടെ പേരിലും എന്നും സാധ്യമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ധിഷണയുടെ പേരിലുമാണ്. 1093 പേറ്റന്റുകളാണ് ഒരായുഷ്കാലം കൊണ്ട് തോമസ് ആൽവ എഡിസൺ തന്റെ പേർക്ക് സ്വന്തമാക്കിയത്. തന്റെ ലബോറട്ടറികളിൽ നടത്തിയ നിരന്തര അന്വേഷണങ്ങളിലൂടെ ഇൻവെൻഷൻ അഥവാ ഇന്നോവേഷന്റെ അപരനാമമായി തന്നെ എഡിസൺ മാറി. കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ നടക്കുന്ന പരാജയങ്ങളെക്കുറിച്ച് ഒരിക്കൽ ആരോ ചോദിച്ചപ്പോൾ അതിന് എഡിസൺ നൽകിയ ഉത്തരം I have not failed, I have just found 10,000 ways that won't work എന്നായിരുന്നു. തോമസ് ആൽവ എഡിസൺ മരിച്ചതിന്റെ 3ാം പക്കം അമേരിക്കയിലെ സകലമാന ഇലക്ട്രിക് ലൈറ്റുകളും ഈ ലോകത്തെ തന്നെ പ്രഭാപൂരിതമാക്കിയ ആ മഹാമനുഷ്യനോടുള്ള ആദര സൂചകമായി ഒരു നിമിഷ നേരത്തേക്ക് കണ്ണു ചിമ്മി അദ്ദേഹത്തിന് യാത്രാമംഗളങ്ങൾ നേർന്നതും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു അപൂർവ സംഭവമാണ്. കഠിനമായി അധ്വാനിക്കുക, ഉള്ളിൽ തോന്നുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കുക, ശരിയെന്ന് തോന്നുന്നത് എന്തും യാഥാർത്ഥ്യമാക്കാൻ നിരന്തരം ശ്രമിക്കുക, ചുറ്റുമുള്ളവരെ ബഹുമാനത്തോടെ മാത്രം ട്രീറ്റ് ചെയ്യുക. ഈ മന്ത്രങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് എഡിസൺ തന്റെ ജീവിതത്തിലെ നേട്ടങ്ങളെ എത്തിപ്പിടിച്ചത്. അതുതന്നെയാണ് എഡിസന്റെ ജീവിതം നമുക്ക് മുന്നിൽ വെക്കുന്ന പാഠവും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.